മിമിക്രി വേദിയിൽ നിന്നും സിനിമയിലെത്തിയ അടുത്ത സുഹൃത്തുക്കളായിരുന്നു കലാഭവൻ മണിയും നാദിർഷയും ദിലീപും. മണിയുടെ മരണം വരെയും മൂവരും തമ്മിലുള്ള സുഹൃത്ത് ബന്ധം ഒരുപോലെ തുടർന്നു. കലാഭവൻ മണിയില്ലാത്ത ഈ ലോകത്ത് നാദിർഷയും ദിലീപുമൊക്കെ അദ്ദേഹത്തിന്റെ കുടുംബവുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുമുണ്ട്. നാദിർഷയും ദിലീപും നേരത്തെ തന്നെ സുഹൃത്തുക്കളാണെങ്കിലും കലാഭവനിൽ വെച്ചാണ് മണി ഇവർക്കിടയിലേക്ക് വരുന്നത്. ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് നാദിർഷയും മണിയും നേരത്തെ ഒരു ടെലിവിഷൻ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വിശദമായി സംസാരിച്ചിരുന്നു. ദിലീപിനു വേണ്ടി ഞാൻ മണിയെ ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ഒരൊറ്റ വാക്കിൽ തീരുമാനം മാറ്റിയെന്നായിരുന്നു നാദിർഷ മണിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഒരിക്കൽ പറഞ്ഞത്. കലാഭവന്റെ സ്റ്റേജുകളിൽ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത്. കൊച്ചിൻ ഹരിശ്രീ, കലാഭവൻ, ഓസ്കാർ എന്നിങ്ങനെ വിവിധ ട്രൂപ്പുകളായി മത്സരബുദ്ധിയോടെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. കലാഭവന്റെ ഗാനമേളകൾക്കിടയിലായിരുന്നു മണി അന്ന് പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അന്ന് 2 വേദികളിൽ നിന്നും അദ്ദേഹത്തിന്റെ പരിപാടി കണ്ടിരുന്നുവെന്നും നാദിർഷ പറയുന്നു. കായികമായിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം ചെയ്യുമായിരുന്നു. സാധാരണ മിമിക്രിക്കാർ വായ കൊണ്ടാണ് കാണിക്കുന്നതെങ്കിൽ തന്റെ ശരീരം കൊണ്ട് എന്ത് കാണിക്കാൻ കഴിയുമോ അത് പരമാവധി കാണിക്കുന്ന സമയമാണ്. ഞങ്ങൾ തമ്മിൽ കൂടുതൽ അടുക്കുന്നത് ഞാൻ അദ്ദേഹത്തെ ഒരു ഗൾഫ് പരിപാടിക്ക് വേണ്ടി ഇന്റർവ്യൂ ചെയ്തപ്പോഴാണ്. ഗൾഫ് പരിപാടിയിലേക്ക് പോകുന്നതിന് വേണ്ടി 2 മിമിക്രിക്കാർ വരുമെന്നാണ് പരിപാടി ഏറ്റെടുത്ത സെഞ്ചുറി മമ്മിക്ക എന്നോട് പറഞ്ഞിരുന്നത്. ഒന്ന് ടിനി ടോമാണ്, മറ്റൊന്ന് കലാഭവനുള്ള മണിയാണെന്നും പറഞ്ഞു. 2 പേരെയും എനിക്കറിയാമായിരുന്നു. ആകെ 2 പേരെയാണ് വേണ്ടത്. പക്ഷെ എൻ്റെ കൂടെ ഇപ്പുറത്ത് ദിലീപ് നിൽക്കുന്നുണ്ട്. അവനും ഈ പരിപാടിയിലേക്ക് വരാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. ടിനി ടോമിന് ഓൾറെഡി അവസരം ഉറപ്പാണ്. കലാഭവൻ നോക്കിയിട്ട് അദ്ദേഹം പറ്റില്ലെങ്കിൽ ദിലീപിനെ കൊണ്ടുപോകാമെന്നും പറഞ്ഞിട്ടുണ്ട്. മണി എൻ്റെ മുന്നിൽ സകല അഭ്യാസങ്ങളും കാണിച്ചു. കുരങ്ങു നടക്കുന്നതെല്ലാം കാണിച്ചു. എന്നാൽ മനസ്സുകൊണ്ട് ഞാൻ ദിലീപിനെ കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുകയാണ്. അതിന് മണിയെ ഒഴിവാക്കണമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് മണി പറയുന്നത് ഞാൻ ആന നടക്കുന്നത് പോലെ നടക്കുമെന്ന് പറയുന്നത്. എന്നാൽ അത് കാണിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആനയുടെ ബാക്കാണ് കാണിക്കേണ്ടത്. അതിന് ബ്ലാക്ക് പാൻറ് വേണം. എന്നാലേ ആനയുടെ കറക്റ്റ് ഐറ്റം കിട്ടുകയുള്ളൂ. പക്ഷേ അദ്ദേഹത്തെ കറുത്ത പാൻറ് എടുത്തിരുന്നില്ല. ഞാൻ അതിൽ പിടിച്ച് കയറാൻ നോക്കിയപ്പോൾ അവൻ പറഞ്ഞത് ഒരു പാൻറ്റേ ഉള്ളൂ, നാളെ പ്രോഗ്രാമിന് പോകാൻ വേണ്ടി അത് കഴുകിയിട്ടിരിക്കുകയാണ് എന്നായിരുന്നു. ആ വാക്കുകൾ കേട്ട് എൻ്റെ ചങ്ക് തകർന്നു പോയി. ഈ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തില്ലെങ്കിൽ പോലും കലാഭവൻ മണി ഈ ഗൾഫ് ഷോയിൽ വേണമെന്ന് അപ്പോൾ ഞാൻ തീരുമാനിച്ചു. സിദ്ദിഖിക്ക നയിച്ച ആ പരിപാടിയായിരുന്നു കലാഭവൻ മണിയുടെ ആദ്യ വിദേശ യാത്ര. 1 മാസക്കാലം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ആദ്യം വേറെ വേറെ മുറികളിലാണ് താമസം. ആദ്യം ഞാൻ നോക്കിയപ്പോൾ ഓർക്കസ്ട്രക്കാർ കിടക്കുന്ന മുറിയുടെ ഒരു കോണിൽ ഷീറ്റ് വിരിച്ചാണ് അദ്ദേഹം കിടക്കുന്നത്. അതോടെ ഞാൻ അവനെ എൻ്റെ മുറിയിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു. പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് കിടന്നുറങ്ങി. അതായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കമെന്നും നാദിർഷ പറയുന്നു.